ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസം അൽപ്പാൻ ദൈവം നമ്മൾ സഹായിച്ചതിനായി സ്വതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 4:12 സ്വന്തം കയ്യാൽ വേല ചെയ്തു അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് ഇടപെടുമാറാകണം. വചനത്തെ അങ്ങനെ മുമ്പ് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, അടികളെ സമർപ്പിക്കുന്നു. യേശുനാം തന്നെ ആമേൻ. നമ്മൾ തുടർമാനമായിട്ട് വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വായിച്ച് 1 കൊരിന്ത്യർ 4:12 എത്തിയിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9:10, അതുപോലെ എക്സ് 27:28, ജോബ് 27:28 എന്നീ അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നാം ചിന്തിക്കുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാനിടയായി തീരട്ടെ. ഞാൻ ഈ വചനങ്ങളൊക്കെയും വളരെ മണിക്കൂറുകളെടുത്ത് വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്. ഹല്ലേലൂയ. സ്വന്തങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണം. പലപ്പോഴും മറവി അതുപോലെ തന്നെ നാവിന് ഹല്ലേലൂയ കുഴച്ചിലൊക്കെ വരാറുണ്ട്. എനിക്കൊന്നും മരുന്നിൻ്റെയാണോ മറ്റേ ശാരീരിക അസ്വസ്ഥതയുടെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നിങ്ങൾ എനിക്കൊരു പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടെ കർത്താവിൻ്റെ വചനം പറയുവാൻ നിങ്ങൾ ബലം നൽകുവാനും വേണ്ടി ദൈവമക്കളെ പ്രത്യേകയാൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നാം തുറമാനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിൻ്റെ കണ്ടിന്യൂ ആയിട്ട് 1 കൊരിന്ത്യർ 4:12 നമ്മൾ എത്തുകയാണ്. സ്തോത്രം. സ്വന്തം കയ്യാൽ വേല ചെയ്തു അധ്വാനിക്കുകയും ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. റോമാലേഖനം പഠിക്കുമ്പോൾ അവിടെ സ്ഥാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെയും കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് ഹല്ലേലൂയ റോമക്കാർക്ക് എഴുതുന്ന ലേഖനമാണ്. അവരുടെ പാവത്തെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ജീവിക്കണം, ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം, യൗവനക്കാരൻ എങ്ങനെ ജീവിക്കണം, ഒരു കന്യക സ്ത്രീ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ വളരെ സ്പഷ്ടമായി ഹല്ലേലൂയ പൗലോസ് അവിടെ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ പറയുന്നത് സ്വന്തം കയ്യാൽ നാം വേല ചെയ്ത് അധ്വാനിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം ഒരിക്കലും മടിയന്മാരായി തീരല്ല, ഉദാസീനതരായി തീരല്ലേ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നാം വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആസ്വദിക്കുന്നു. പലരാലും നമ്മൾ ശകാരം മീൻസ് വഴക്ക്, പലരും വഴക്ക് പറഞ്ഞിട്ടും നാം കേട്ടിട്ടും അവരെ ആശീർവദിക്കുന്നവരായി തീരണം. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ശകാരം കേൾക്കാം, വഴക്ക് കേൾക്കാം. ചിലപ്പോൾ മാതാവിൽ നിന്നായിരിക്കും, പിതാവിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ദേവദാസിൽ നിന്നായിരിക്കാം, ചിലർ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ നാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ശകാരം കേൾക്കേണ്ടതായ അവസ്ഥകൾ വരും. അപ്പോൾ അങ്ങനെ ശകാരം നാം കേൾക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ശകാരിക്കുകയല്ല നാം ചെയ്യേണ്ടത്, നാം അവരെ ആശീർവദിക്കുക ചെയ്യണം എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഉപദ്രവം ഏറ്റിട്ടും സഹിക്കണം. സ്തോത്രം. നമ്മൾ ദൈവനാമം നിമിത്തം ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വന്നാൽ നാം സഹിക്കണം. കാരണം അതിന് മെയിൻ ഹല്ലേലൂയ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഹല്ലേലൂയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. തലകീഴായിട്ടൊക്കെയാണ് കർത്താവ് ക്രൂശിച്ചത്. ഹല്ലേലൂയ. യേശുവിനെ ക്രൂശിച്ചു, യേശുവിനെ മുഖത്തടിച്ചു, കാർക്കിച്ച് തുപ്പി, ചെകിട്ടത്തടിച്ചു ഒക്കെ ചെയ്തിട്ട് പോലും കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശിഷ്യന്മാരും ദൈവം നമുക്കത് കാണിച്ചു തന്നു, ദൈവത്തിൻ്റെ ശിഷ്യന്മാരും നമുക്കത് കാണിച്ചു തന്നു. മാത്രമല്ല അപ്പോൾ തന്നെ പൗലോസ്ലീഹ നമ്മൾ പറയുകയാണ്, നമുക്ക് ജീവിതത്തിൽ ഹല്ലേലൂയ ശിക്ഷകൾ നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശകാരം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നാം ആശ്രയിക്കുന്നവരായി തീരണം. മാത്രമല്ല ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേല നിമിത്തം നാം ഉപദ്രവം സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നാൽ ഹല്ലേലൂയ നമ്മൾ അതിനിമിത്തം നിന്നേ അപമാനം ഉപദ്രവമൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ അതിന് ആ ഉപദ്രവം നാം എന്ത് ചെയ്യണം? നാം സഹിക്കണം. തിരിച്ച് നമ്മൾ അതിന് ഹല്ലേലൂയ ബദൽ ചെയ്യാനല്ല കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നാം അത് അവസാനത്തോളം സഹിക്കണമെന്നാണ് പറയുന്നത്. സ്തോത്രം. മാത്രമല്ല ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുക. സ്തോത്രം. നമ്മളെക്കുറിച്ച് ആരിൽ അപവാദം പറയുകയാണെങ്കിൽ നാം തിരിച്ച് അവരെക്കുറിച്ച് ഒരു 100 ഗ്ലോസിപ്പ് കൊണ്ട് അടിച്ചിറക്കാനല്ല കർത്താവ് പറയുന്നത്. അത് നാം സഹിച്ചിട്ട് ഹല്ലേലൂയ അവരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തി എതിർവാക്ക് പറയുന്നെങ്കിൽ ആ വ്യക്തി
നമ്മൾ ചെവിയേറെ കേട്ടു. പക്ഷേ നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ വീണ്ടും എതിരായിട്ട് ഗ്ലോസിപ്പോൾ പറഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത്. നാം ക്ഷമിക്കണം, നാം ആ വാക്കുകളെ സഹിക്കണം, പൊറുക്കണം. മനഃപൂർവ്വമായി നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അതിൽ പറഞ്ഞ് കൊരിന്ത്യരിൽ വലിയ റോമക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇന്നിന്ന പോലെ ചെയ്യണം. താഴോട്ടും മുമ്പോട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ നാം എന്തിനാണ് സഹിക്കുന്നത്? കർത്താവിൻ്റെ വരവേറ്റം അടുത്തു. അവൻ്റെ വരവിനോട് നാം അനുരൂപരാകണം. കർത്താവിൻ്റെ ജീവിതത്തോട് നാം അനുരൂപരാകണം. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി നാം തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ തിന്മയ്ക്ക് പകരം നാം തിന്മ ചെയ്യാനല്ല ദൈവമക്കളെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നാം സകലതും ക്ഷമിച്ച് കർത്താവ് നമുക്ക് ക്ഷമാശീലനായി തീർന്നതുപോലെ തന്നെ യേശുവിനെ പോലെ ആകുവാൻ നമുക്ക് കഴിയണം. ഈ നാളുകളിൽ ഹല്ലേലൂയ ഇതൊക്കെ നാം സഹിച്ച് ദൈവത്തിന് നിൽക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഹല്ലേലൂയ നല്ലൊരു ഹല്ലേലൂയ പ്രതിഫലം നൽകുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്തിൽ നമുക്കൊരിക്കലും ഹല്ലേലൂയ ദൈവമക്കളെ നല്ലൊരു ആശ്വാസമോ ഒരു നല്ല ഹല്ലേലൂയ പ്രോത്സാഹനമോ ഒന്നും നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. എപ്പോഴും തിന്മയും എത്ര നാം നന്മ ചെയ്താലും നല്ല പ്രവർത്തികൾ ചെയ്താലും മനുഷ്യർ നമുക്ക് എപ്പോഴും തിന്മയും വേദനയും ദുഃഖവുമായിരിക്കും നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ആ സാഹചര്യത്തിൽ നാം അത് സഹിക്കുവാനിടയായിത്തീരണം. അതിനുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ, ഒത്തിരി ഭാരങ്ങൾ അനുഭവിച്ചവളാണ് ഞാൻ. സ്തോത്രം. എന്നാൽ ഈ വചനങ്ങളൊക്കെ ഞാൻ പഠിച്ച സമയത്ത് ഹല്ലേലൂയ എന്നെ ദൈവം ഒത്തിരി ഹല്ലേലൂയ പ്രതികരിക്കാൻ പോവാതെ അവരോട് പെട്ടെന്ന് പ്രതികരിക്കാൻ പോകാതെ സൈലൻ്റായിട്ട് ദൈവസന്നിധിയിൽ കരയുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഹല്ലേലൂയ മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നൊക്കെ താൻ വചനം പറയുന്നത്. നാം പ്രതികരിക്കാൻ പോകാതെ നാം ആഹാരം അനുഭവിക്കുമ്പോൾ നാം അതിനെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ അവർക്ക് ബദലായി ചെയ്യാതെ ഹല്ലേലൂയ നാം ആ ഉപദ്രവമെല്ലാം നാം സഹിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ നാം ഹല്ലേലൂയ സഹിഷ്ണുത കാണിച്ചാൽ ദൈവം നമുക്കതിനുള്ള പ്രതിഫലം ഒരുപക്ഷെ നമുക്ക് ഈ കരയിൽ വെച്ച് നമുക്കത് ലഭിക്കുകയില്ലായിരിക്കാം. പക്ഷേ മറുകരയിൽ ആ നിത്യതയിൽ നമുക്കത് ലഭിക്കാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ പാട്ടുകാരൻ പാടുന്ന പോലെ ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം ഇങ്ങേക്കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന് മറുകരയിൽ ഒരു നാൾ അറിയുന്നൊരു സുദിനമുണ്ട്. നമ്മളെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. പ്രിയ ദൈവമക്കളെ ആകയാൽ നാം കേൾക്കുന്ന ഉപദ്രവം, നാം കേൾക്കുന്ന നിന്ദകൾ, നാം ഒരുപക്ഷെ തെറ്റ് ചെയ്യാതെയോ ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കാം. എങ്കിൽ പോലും ഹല്ലേലൂയ അതൊക്കെ നമുക്ക് ക്ഷമിക്കുവാനിടയായിത്തീരട്ടെ. ഹല്ലേലൂയ ഒരു ഗ്ലോസിപ്പ് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ 100 എണ്ണം ആ വ്യക്തി നമ്മളെക്കുറിച്ച് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ തുനിയാതെ അതെല്ലാം ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് നാം ക്ഷമയോടെ നാം ആ ഉപദ്രവമൊക്കെ സഹിക്കുകയൊക്കെ ചെയ്താൽ മറുകരയിൽ ദൈവം നമുക്കൊരു പ്രതിഫലം നൽകുന്നൊരു നാളുണ്ട്. ഹല്ലേലൂയ മറുകരയിൽ നാം കോടി ദൂതന്മാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവജനത്തിൻ്റെ മധ്യതയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ നീതി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് ദൈവമക്കളെ. ആകയാൽ ഹല്ലേലൂയ അത് നാം മനഃപൂർവ്വം നമുക്ക് ഈ ശകാരങ്ങളൊക്കെയും നമുക്ക് ഏറ്റുകൊണ്ട് അവരെ ആശീർവദിക്കുന്നവരായി നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.